എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ വീട്ടിലെ വൈദ്യുത ഉപഭോഗവും നഷ്ടവും നമ്മുടെ ടി മീറ്ററിലൂടെ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വളരെ എളുപ്പത്തിൽ ചുരുക്കത്തിൽ ഞാനൊന്ന് പറയുകയാണ്. നമ്മുടെ വീട്ടിലെ മീറ്ററിൽ ആ കാണുന്ന, അതായത് ടി മീറ്ററിലേ പറ്റുള്ളൂ കേട്ടോ, അതിനകത്ത് വരുന്ന കറുത്ത ബട്ടൺ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് പോകുമ്പോൾ ബാറ്ററി ഗുഡ്, സീരിയൽ നമ്പർ, ഡേറ്റ്, കാര്യങ്ങളെല്ലാം കാണിക്കും. ഇതൊക്കെ കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ ഒരു KW എന്ന് പറഞ്ഞൊരു സാധനം കാണിക്കും. അതുപോലെ ആംബിയർ എന്നൊരു സാധനം കാണിക്കും. അപ്പോൾ അതിൽ നമ്മൾ പെട്ടെന്ന് പ്രസ് ചെയ്ത് പോകുമ്പോൾ ആ സാധനം എത്തുമ്പോൾ ഓരോ സമയം നോക്കണം, ഒരു സെക്കൻഡ് ഒന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോഴാണ് മാറുന്നത്. അതിലേക്ക് എത്തുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് കാണുന്ന ആംബിയർ, അത് എല്ലാ ഉപകരണങ്ങളും ഓഫ് ചെയ്തിട്ട ശേഷം വയറിങ് മാത്രം ഓൺ ചെയ്ത് വയ്ക്കുക. അതായത് സ്വിച്ചുകളൊന്നും ഓൺ ചെയ്യരുത്. LCB MCB ഐസൊലേറ്റർ എല്ലാം ഓൺ ചെയ്തിട്ടിട്ട് വയറിങ്ങുകളെല്ലാം സ്വിച്ചുകളെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ട് നോക്കുമ്പോൾ ആ എയും ഡബ്ല്യുവും, അതായത് KWയും 0 കാണിക്കുന്നുവെങ്കിൽ നമ്മുടെ വയറിങ്ങിന് പ്രത്യേകിച്ച് എററൊന്നുമില്ല. ഇനി പിന്നെ ഉള്ളത് പിന്നെ വേറെ ഉണ്ടാവും, ഇല്ലെന്ന് പറയുന്നില്ല. അതിനുശേഷം ഓരോ ഉപകരണങ്ങൾ മാത്രമായിട്ട് ഓൺ ചെയ്യുക. അപ്പോൾ ആദ്യം ഫ്രിഡ്ജ്, പിന്നെ AC, പിന്നെ വാഷിംഗ് മെഷീൻ, അങ്ങനെ ഓരോന്ന് മാത്രം ഓൺ ചെയ്ത് ഈ റീഡിങ്ങിൽ നോട്ട് ചെയ്ത് വെച്ച ശേഷം നമ്മുടെ കമ്പനി പറയുന്നത് എത്ര കറണ്ടാണ്, എത്ര വാട്ടാണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ വൈദ്യുത ഉപഭോഗത്തിൻ്റെ ഒരു അളവും അതുപോലെ ഏതിലൂടെയാണ് നമുക്ക് വൈദ്യുതി നഷ്ടം വരുന്നത് എന്നുള്ളതും കണ്ടുപിടിക്കാനാവും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ കറക്റ്റ് രേഖപ്പെടുത്തുക. നന്ദി.